ശാസ്ത്രം ത്വക്സ്ഥമായ ശോഭയെപ്പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ത്വക്സ്ഥ എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട്. ത്വക്സ്ഥ, ത്വക്കിൽ നിലകൊള്ളുന്നവൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ത്വക്കിൽ ശോഭാരൂപേണ നിലകൊള്ളുന്നവൾ. അതാണ് ത്വഗ്ഗതമായ ദീപ്തി. ത്വഗ്ഗതമായ ദീപ്തി. അത് നിഷ്കളങ്കരായ, എത്ര കണ്ട് നമ്മളിൽ കളങ്കമില്ലയോ അത്രയും നമുക്ക് ത്വഗ്ഗതമായ ദീപ്തി കൂടും. എത്ര നമ്മുടെ മനസ്സ് ശുദ്ധമാണോ, എത്ര മനസ്സിൽ ഈ കുശുമ്പ്, എന്താ കുശുമ്പ് എന്നാലും ചോദിച്ചേക്കരുതേ, എന്താ വെച്ചാൽ അത് തന്നെ, കുരുട്ട്, കാലുഷ്യം ഇതൊന്നും ഇല്ലയോ അത്രയും ത്വഗ്ഗതമായ ദീപ്തി ഉണ്ടാവും. ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ഉപനിഷത്തുക്കളിൽ അഥവാ വേദാന്തത്തിൽ ഏറ്റവും അധികം ഗുരുക്കന്മാർ, ഏറ്റവും അധികം ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്ന ഒരു പൊതുവായ പേരാണ് സൗമ്യ എന്നുള്ളത്. ഉപനിഷത്ത് മുതൽക്ക് ഇങ്ങോട്ട് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്നാൽ ഏറ്റവും അധികം പ്രാവശ്യം വ്യത്യസ്ത ഗുരുക്കന്മാർ, വ്യത്യസ്ത ശിഷ്യന്മാരെ വിളിച്ച ഒരു പേരാണ് സൗമ്യ. സൗമ്യ എന്നുള്ളതിന് പ്രിയദർശന എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം. പ്രിയദർശന, കാണുമ്പോൾ പ്രിയത്തെ ഉണ്ടാക്കുന്നവനെ, കാണുമ്പോൾ സന്തോഷത്തെ ഉണ്ടാക്കുന്നവനെ. നമുക്ക് ലളിതമായി അത് തർജ്ജമ ചെയ്യാം. സുന്ദരൻ, സുന്ദരി. ആരാ സുന്ദരൻ, ആരാ സുന്ദരി? എന്താ നിങ്ങളുടെ അഭിപ്രായം? എപ്പോഴാണ് സൗന്ദര്യം ഉണ്ടാവുക ഒരാൾക്ക്? എപ്പോഴാണ് ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടാവുക? ബ്യൂട്ടി പാർലറിൽ പോയാൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാരി പൂശിയാൽ ഉണ്ടാവുമോ? പൊടി മസാലകൾ ഉണ്ടാവില്ല. മനസ്സ് കുശുമ്പില്ലാതെ, കുരുട്ടൊന്നുമില്ലാതെ സ്വച്ഛമാകുമ്പോൾ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും. ഒരു സംശയമില്ല. തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ തെളിഞ്ഞ മുഖം ഉണ്ടാവും. മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെ സ്പന്ദനങ്ങൾ വരുമ്പോൾ മുഖത്ത് പിരിമുറുക്കം വരും. അപ്പോൾ വാസ്തവത്തിൽ വേദാന്തം പഠിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം തുടങ്ങിയ സാധനാ സമ്പത്തൊക്കെ വേണമെന്നൊന്നും പ്രസംഗിക്കേണ്ട. മറിച്ച് സുന്ദരനും സുന്ദരിയായാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും വേദാന്തം പഠിക്കാനുള്ള യോഗ്യതയുണ്ട്, അല്ലാത്തവർക്ക് ഇല്ല. അതുകൊണ്ടാണ് സൗമ്യ സൗമ്യ എന്ന് ഗുരുനാഥൻ ശിഷ്യനെ വിളിക്കുന്നത്. എന്തെങ്കിലും മനസ്സിന് കാലുഷ്യം വന്നാൽ അപ്പം മുഖം മാറും. ഇല്ല, മാറും, ഉറപ്പാണ്. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ കാണാൻ നല്ല സൗന്ദര്യമാണ്. അതുപോലെ നല്ല വിജ്ഞാനികളായ മഹാപുരുഷന്മാരെ കാണാൻ നല്ല സൗന്ദര്യമാണ്. അതിന് കുരുട്ടില്ല. ഇത് നമ്മളെക്കാൾ വിവരമുള്ള സാധനങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഈ ഷഡ്പദങ്ങൾ, ചെറിയ പാറ്റകൾക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ കഴിവായി. ത്വഗ്ഗതമായ ദീപ്തി. അവർ ദേഹത്ത് പൊതിയും. പരീക്ഷ ചോദിക്കോളൂ, ഇപ്പം മനസ്സിലാവും. എന്നിട്ട് നാളെ വന്ന് പറയും എന്താ സ്ഥിതിയെന്ന്. അതിനിപ്പം വീടുകളിലേക്കൊന്നും പാറ്റയ്ക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഒക്കെ നെറ്റടിച്ച വീടുകളാണ് അധികവും. നെറ്റില്ലാത്ത വീട്ടിൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് വയ്ക്കുക, കുറച്ച് കഴിഞ്ഞ് ട്യൂബ് ലൈറ്റ് അങ്ങോട്ട് കെടുത്തുക. അപ്പോൾ ആ പ്രാണികളൊക്കെ നമ്മുടെ ദേഹത്ത് പൊതിയുന്നത് കാണാം. അവർ രക്തം കുടിക്കുന്നവരൊന്നുമല്ല, അവർ ദീപ്തി ആസ്വദിക്കാൻ വന്നവരാണ്. അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്ത് തിളക്കിയാലും അതുണ്ടാവില്ല. അവർ വരില്ല, ആ ഭാഗത്തേക്ക് അവരെടുക്കില്ല. ഒന്ന് പരീക്ഷ ചോദിക്കുള്ളൂ.